കെ ശശിധരൻ അദ്ദേഹം, ഞാൻ പ്രസാദ്ജിയെ പലവട്ടം വിളിക്കുകയുണ്ടായി. വരുന്ന വഴി അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ഭാഗ്യമാണ്. വരുന്ന വഴി പലയിടത്തും മരങ്ങൾ വീണു, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ബ്ലോക്കാണ്. ഞാൻ വിചാരിച്ചു കഷ്ടം, ഇന്നിവിടെ പരിപാടി നടക്കില്ലായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ പത്മനാഭൻ്റെ അനുഗ്രഹം പോലെ, നമ്മുടെ ദൈവങ്ങളുടെ അനുഗ്രഹം പോലെ ഈ കുറച്ച് വെള്ളത്തിൽ അത് മാറ്റി തന്നത് ഭഗവാന്റെ അനുഗ്രഹമായിരിക്കാം. ഒരുപക്ഷെ ഇന്നിത് KPMSൻ്റെ മഹത്തരമായ പരിപാടി നടക്കേണ്ടത് ദൈവേച്ഛ തന്നെയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ജാതി എന്താണ് എന്നുള്ളൊരു പ്രധാന ചോദ്യം വരും. ശുദ്ധരക്തം തുടങ്ങിയ സങ്കല്പങ്ങൾ വരുമ്പോൾ ഇതെന്താ? നമ്മുടെ ഇന്ത്യ തന്നെ ഏറ്റവും ആദരിക്കുന്ന വേദങ്ങളാണ്. എല്ലാവരും പറയുന്ന വൈദിക സംസ്കാരം വേദങ്ങളാണ്, വേദങ്ങളുടെ സൂക്തങ്ങൾ പറയും. ഈ വേദങ്ങൾ ഇന്നത്തെ രീതിയിൽ ക്രോഡീകരിച്ചത് ആരാണ്? അത് വേദവ്യാസനാണ്. വേദവ്യാസൻ ആരാ? ഈ പറയുന്ന ശുദ്ധരക്തം എന്ന് പറയുന്നതിൻ്റെ വക്താവാണോ? വേദവ്യാസന്റെ അമ്മ മുക്കുവത്തിയാണ്, അല്ലേ? നമുക്കെല്ലാം അറിയാവുന്നതുപോലെ. അന്നായതുകൊണ്ട് മുക്കുവത്തിയായി, ഇന്നാണെങ്കിൽ ലത്തീൻ കത്തോലിക്കനായേനെ. പക്ഷെ അതുകൊണ്ട് അന്ന് ആ വേദവ്യാസനാണ് നമ്മൾ ഏറ്റവും ആദരിക്കുന്ന വേദങ്ങളെ പകർത്തത്. ഇന്ത്യ ഏറ്റവും ആദരിക്കുന്ന, നമ്മുടെ ഏറ്റവും വലിയ മര്യാദാ പുരുഷോത്തമനായ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളുടെയും ഗാന്ധിജിയുടെയും ഒക്കെ ഏറ്റവും വലിയ പുരുഷനായി നമ്മൾ മുമ്പിൽ വെക്കുന്ന ശ്രീരാമന്റെ രാമായണം എഴുതിയതാരാണ്? ഭിൽ സമുദായത്തിൽപ്പെടുന്ന വാൽമീകി എന്ന് പറയുന്ന, ഇന്നത്തെ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന വാൽമീകിയാണ് എഴുതുന്നത്. അല്ലെങ്കിൽ ബ്രാഹ്മണർ എന്ന് നമ്മൾ പറയുന്ന, വിവക്ഷിക്കുന്ന ആൾക്കാർ ഏറ്റവും ആദരവോടുകൂടി ജപിക്കുന്ന ഗായത്രി മന്ത്രം, ബ്രാഹ്മണൻ എന്ന ജന്മം കൊണ്ടുവരാത്ത വിശ്വാമിത്രന്റെയാണ് ഈ ഗായത്രി മന്ത്രം വരുന്നത്. അപ്പൊ നമ്മുടെ ചരിത്രത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ 1000 വർഷങ്ങളിൽ ജാതീയത മോശകരമായ രീതിയിൽ അടിഞ്ഞുകൂടി എന്നുള്ളത് നമ്മുടെ പൊതു തെറ്റ് തന്നെയാണ്. അത് ചരിത്രത്തിന്റെ വിസ്മരിക്കാനാവാത്ത, വിസ്മരിച്ചൂടാത്ത തെറ്റാണ്. രണ്ട്, ആ ചരിത്രത്തിന്റെ ഇന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം എവിടെ കേട്ടു എന്ന് എനിക്കറിയില്ല. അതായത് ഇവിടെ പൂജാരിമാരായ ബ്രാഹ്മണർ മാത്രമേ വരാവൂ. നേരെ തിരിച്ച് കഴിഞ്ഞ വർഷം ഈ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്, ഏറ്റവും ഡയലോഗ് അടിക്കുന്ന ജനതയാണ് ഈ ഹിന്ദുക്കൾ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ലോകാസമസ്ത സൂനു ഹിന്ദു എന്ന് പറയും. പക്ഷെ വൈകിട്ട് പൂജാരിയായ അന്യജാതിക്കാരൻ വന്നാൽ വേണ്ട എന്ന് പറയും. വൈകിട്ട് യേശുദാസ് അമ്പലത്തിൽ കയറാൻ വന്നാൽ ഗുരുവായൂരപ്പൻ ഇഷ്ടമല്ല, നീ മാറി നിൽക്കാൻ പറയും. നമ്മുടെ ഈ ആത്മാർത്ഥതയില്ലാത്ത ഡയലോഗടി നമ്മുടെ വലിയൊരു പ്രശ്നമാണ്. ഈ ഡയലോഗടിയും പ്രഭാഷണത്തിലുമല്ല. കഴിഞ്ഞ വട്ടം ഈ ജാതി എന്ന് പറയുന്ന സങ്കല്പത്തിനപ്പുറത്തുള്ള ആൾക്കാരെ എടുത്തുകൊണ്ടുപോയി ഞാൻ പത്രസമ്മേളനത്തിൽ 10 വർഷം തികച്ചത് ഇവർക്ക് ശബരിമലയിൽ മേൽശാന്തിയായി കൊണ്ടുവരാനുള്ള പ്രപ്പോസൽ വെക്കുകയുണ്ടായി. ഇവിടെ എതിർത്തത് ആൾക്കാരുടെ പേര് പറയാൻ പറ്റില്ല. ഒന്നാമത് ഞാനായിട്ട് ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമല്ല. ഇനി അതുകൂടെ പറഞ്ഞാൽ കൂടുതൽ ദേഷ്യവും. ഈ പറയുന്ന പുരോഗമന സ്വഭാവമുള്ള ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമിയുടെ ആൾക്കാരൊക്കെ പറഞ്ഞു, അത് പതുക്കെ മതി, നമുക്ക് ആലോചിച്ച് ചെയ്യാം. ഞാൻ ആ പ്രത്യേക പെരുന്നയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞങ്ങളെല്ലാം ആദരിക്കുന്ന അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങേക്ക് ഇതിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് പിന്നെ തന്ത്രവിദ്യാപീഠം തുടങ്ങിയത്? പുള്ളി പറഞ്ഞല്ല, തന്ത്രവിദ്യാപീഠം ഞങ്ങൾ തുടങ്ങി പൂജാരിമാരെ പ്രാക്ടീസ് ചെയ്യിക്കുന്നുള്ള ശരി തന്നെ, പക്ഷേ നമുക്ക് സമയമുണ്ടല്ലോ, പിന്നെ ചെയ്യാം. ആദരണീയനായ മറ്റൊരാളെ, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി വരെ പോയി ഏത് ജാതിയിലുള്ള ആൾക്കാർക്കും പൂജാരിയാകാമെന്ന വിധി നേടിയ ആ വ്യക്തി എന്നോട് പറയുകയുണ്ടായി, അല്ല സമയമുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് സമയത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു ആശയത്തിന്റെ പ്രശ്നമാണ്, ഇതൊരു തത്വത്തിന്റെ പ്രശ്നമാണ്. മരിച്ചുപോയ ഏറ്റവും പ്രഗത്ഭനായ തന്ത്രി, എൻ്റെ മുത്തശ്ശനെ പോലെ ഞാൻ ആരാധിക്കുന്ന പറവൂർ ശ്രീധരൻ തന്ത്രികൾ, അദ്ദേഹത്തോട് വ്യക്തിപരമായി ഞാൻ ഈ വിഷയം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഈഴവ സമുദായത്തിൽ പറഞ്ഞതേ ഉള്ളൂ, ഏറ്റവും വലിയ ബ്രാഹ്മണ്യം നേടിയ ഈഴവ നായർ ബ്രാഹ്മണ വിഭാഗങ്ങളെക്കാൾ ഏറ്റവും പാണ്ഡിത്യമുള്ള നമ്മുടെ നാട്ടിലെ പറവൂർ ശ്രീധരന്റെ മകൻ ശ്രീ രാകേഷ്, 10 വർഷത്തിലധികം അദ്ദേഹത്തിന് പൂജ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അങ്ങ് ഒരു ആപ്ലിക്കേഷൻ തരൂ, നമുക്ക് ശബരിമലയിൽ ഇത് തുടങ്ങാം. ശബരിമല തന്ത്രിയായ എൻ്റെ മുത്തശ്ശൻ കണ്ഠരര് മഹേശ്വർക്ക് ഈ വിഷയത്തിൽ വിയോജിപ്പില്ല, പിന്നെ ആർക്കാണ് വിയോജിപ്പ്? എൻ്റെ മുത്തശ്ശന്, ഞാൻ അതുകൊണ്ടായി പബ്ലിക് വേദിയിൽ തുറന്നു പറയുന്നത്, ഞാൻ മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അതിൽ യാതൊരു തത്വാധിഷ്ഠിതമായ തെറ്റുമില്ല. എനിക്ക് ഈ 85-86 വയസ്സായി, എനിക്കായിട്ട് ഇത് ഇറക്കാൻ കഴിയില്ല, നിങ്ങൾ അത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാൽ ഞാനത് എൻഡോസ് ചെയ്തു തരാം. ഞാൻ ഈ വേദിയിൽ വെച്ച് ഡയലോഗിനല്ല, നമ്മുടെ 2-3 ക്രൈറ്റീരിയൻസ് ഉണ്ട്. ഒരു 10ാം ക്ലാസ് ജയിക്കണം, ദേവസ്വം കൊണ്ട് അഭിപ്രായത്തിൽ 10ാം ക്ലാസ് ജയിക്കണം, 10 വർഷം പൂജ എക്സ്പീരിയൻസ് നിരന്തരമായി വേണം. അങ്ങനെ നാളെ KPMS സമുദായത്തിലെ ഒരു നല്ല പൂജാരിയെ പ്രഗത്ഭനായി ഉണ്ടാക്കിയാൽ അടുത്ത വർഷം ശബരിമല മേൽശാന്തിയായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്നതിന് മുത്തശ്ശന്റെ കൂടെ പേരിൽ പൂർണ്ണമായ പിന്തുണ ഈ വേദിയിൽ വെച്ച് വാഗ്ദാനം ചെയ്യും. അത് ഡയലോഗിനല്ല, കഴിഞ്ഞ വർഷം ഞങ്ങൾ ശ്രമിച്ചു. അപ്പൊ